കൊടിയേറി മക്കളെ, ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാടിയ പാട്ടു നീ കേട്ടോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടൂ. ആരാ പാട്ട് നിർത്തിയേ? അയോഗ്യ പയ്യനെ ഒന്ന് കൊല വിളിക്കൂടാ ഞാൻ. ഞാനല്ല, സീതയാണ് സത്യം. അയ്യോ ഹപ്പരാവേട്ടൻ തന്നെ. യാടാത് ഈ വീടിന്റെ പെർമിഷൻ ഇല്ലാത്ത പാട്ട് നിർത്തിയത്? സത്യം പറഞ്ഞു. ഞാനടാ അത്. എന്താ തിരട്ട് മൂഞ്ചി ഇങ്ങ കാണിക്കടാ. എന്റെ വീട്ടിൽ വന്ന് എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ പിള്ളേര് വെച്ച പാട്ട് ഓഫ് ചെയ്യുന്നോ? ഹൗ ഡെയർ യു. ഇനി പുഷ്പക്ക് എതിരാളികളില്ല. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു. ഭയങ്കരമായ ആള്. അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നേ? എങ്ങനെയുണ്ട് കാലക്കഞ്ഞൻ? ഇനി എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണാം. അഭി ദേക്കോ ചൂപ്പിസ്ഥാനു. ചന്ദ്ര, അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. Play the music. Yo, I don't know what it is. Kicking and rocking it. നിന്റെ വീടോ? ആണ്ടവരെ നീങ്ങളാ വന്നല്ലോ വന്നതിലും ഇനി ഇങ്ങേറ്റ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നീയാ? അതിനടാ കാശ്മീരിൽ പണി മുടക്കിയോ? നിനക്കൊന്ന് വിളിച്ചിട്ട് വരാർന്ന്. Phone calls. I don't like it. I avoid. But phone calls likes me. അതുകൊണ്ട് ഞാൻ ആ ഫോൺ എയർപ്ലെയിൻ മോഡിലിട്ട് വയ്ക്കും. അല്ലേലും നീ എയറിലാണല്ലോ. എങ്ങനെ നട്ടപ്പാതിരക്ക് എഴുന്നള്ളിയത് നന്നായി. കാലത്ത് എങ്ങാനും വന്നിരുന്നെങ്കിൽ തറവാട് നിന്ന് കത്തിച്ച് വലിച്ചേന്. അണ്ണൻ ഇല്ലുമിനാട്ടിയാടാ. നിങ്ങൾ ഇല്ലുമിനാട്ടികൾ അങ്ങനെയാണ്. നിങ്ങൾ തീയും പുഴയും എത്താറുള്ളൂ. പിള്ളാരെ, ഏട്ടായി കത്തിയപ്പോ തീരെ ലൈറ്റ് ആയില്ലല്ലോ. തീരില്ല. ഒരു മാസം മുമ്പ് വിളിക്കണേ 2 മാസം കഴിഞ്ഞ് റിപ്ലൈ തരലാണല്ലോ നിന്റെ ഹോബി. ചേച്ചിമാരെ, രാമേട്ടാ, ഇതാരാ? ഇത് ഞങ്ങളുടെ വലിയേട്ടൻ, ഞങ്ങളുടെ എല്ലാവരുടെയും തലൈവൻ, എൻ ഉയർ നൻപൻ, എങ്ക അണ്ണൻ. മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന തുമ്പിട്ടുന്നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുള്ള. ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ച സ്വർഗം പോലും വലിയേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. ഇതേത് കുരുപ്പ്? ഞാൻ പോകുമ്പോ ഇങ്ങനെ റേറ്റ് ഇവിടെ ഇല്ലായിരുന്നല്ലോ. തന്നെത്താനെ ഷിപ്പ് ചെയ്ത് തന്നെത്താനെ ഗുരുവിന്റെ പഴസല. നേരെ നിക്കടാ, അണ്ണന് വഴി ഒരുക്കടാ. അണ്ണൻ കേറി പോട്ടെ. ഞാൻ കുറച്ചു കാലം ഇവിടെ കാണും. അതിന് വെച്ച വെള്ളം നീ സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചേര്. പിന്നെ ഞാനിവിടെ അധികകാലം വഴിക്കത്തിലൂടെ വലിയ കേട്ടോ. നീ ഇവിടുത്തെ ബിഗ് ബോസ്, ഞാൻ നിന്റെ ബോസ്. ഇവൻ വന്നപ്പോ തൊട്ട് മാസ ബീജമാണല്ലോ ഈശ്വര. ഇവൻ എനിക്കൊരു ഭീഷണിയാകും. ഫാൻ അവിടെ നാഞ്ഞു കറന്ന്. എന്റെ ലൂഡോ വന്നേ. ഡേയ് പാട്ടേ പോട്രാ, പാറ്റി ഓയാ. ഓ, ഇതല്ല നിങ്ങളുടെ വലിയ ശല്യല്ലോ. ഇട്ട്
അവൻ വന്നതേ കലാപരിപാടികൾ തുടങ്ങി. പൊട്ടിക്കടാ, എന്റെ നെഞ്ചത്തോട്ടിട്ട് പൊട്ടിക്ക്. രാത്രി വന്നപ്പോ പടക്കം പൊട്ടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ ക്ഷീണം ഞാനങ്ങ് തീർത്തതാ. അല്ലെങ്കിലും മില്യമ്പിലാട്ടുകള് പണ്ടേ എപ്പോഴും ലേറ്റ് ആണല്ലോ. ഏട്ടായി കോഫി. ആ, എനിക്ക് അത്യാവശ്യമായിട്ട് എന്തോ ചെയ്യാനുണ്ടായിരുന്നു. എന്ന് ഞാൻ പിന്നെ വരട്ടെ ടീച്ചർ. അവിടെ നിക്കടാരാമോ? ദേ ചേച്ചി പിന്നെയും എന്റെ പുര കത്തിക്കും. ഇതിലും വലുത് നടന്നിട്ട് അവൾ എണീച്ചിട്ടില്ല. പിന്നെ ആ രണ്ടോ പടക്കം. എന്റെ സോളു അങ്ങനെയൊന്നും ഉണരത്തില്ലടാ. ഡ്രസ് കടയിൽ നിന്ന് ലേസും വാങ്ങി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അവനോട് മന്തി വാങ്ങാൻ പറഞ്ഞൂടായിരുന്നു. നിനക്ക് ഞാനൊരു കുഴിയങ്ങ് കുഴിച്ചു തരട്ടെ. എന്തിനാ, നിന്നിട്ട് മൂടാനാണോ? തമാശയായിരുന്നു. ആണെങ്കിൽ ജോക്സ്. സോളു, ഈ പോക്ക് കണ്ടിട്ട് ഒരു എനിമീസ്റ്റ് ലവേഴ്സിനുള്ള സ്കോപ്പ് ഞാൻ കാണുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടി ബോധിച്ചല്ലോ അല്ലേ? എന്താണെന്നറിയില്ല, ഡെയിലി 2 വാങ്ങിച്ചില്ലേ എനിക്കൊരു മനസമാധാനക്കുറവ്. സ്വാഭാവികം. ഹായ്, എന്റെ ലൈസ് എത്തി. ടണക്കട്ടുക്കുരുട്ടുക്കുരുട്ടുണ്ടും ടണക്കട്ടുക്കുരുട്ടുക്കുരുട്ടുണ്ടും. നീ ഏതാ? ദേവ്, ആഞ്ജനേയ ദേവ്. അതിന് നീ എന്തിനാ ആടുന്നേ? ഇറ്റ്സ് എ സ്റ്റൈൽ മാൻ. ദേ, എന്റെ ഇച്ഛാനെ പോലെ വെക്കുന്ന ഒരാള്. ഹായ്, ഞങ്ങള് പുതിയതായി വീട് മാറി വന്നതാ. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഞങ്ങൾ ട്വിൻസാ. ഞാൻ അഞ്ജന. വൈദ്യുതി കുട്ടി എന്ത് ചെയ്യുന്നു? കണ്ടൂടെ, കുട്ടി അവിടെ നിൽക്കുന്നു. ഇല്ല, ഒരു കണ്ണട വാങ്ങിത്തരൂ. പ്രായമായില്ലേ, കണ്ണൊന്നും പിടിക്കണ്ടാവില്ല. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാടാ. എന്റെ ലൂടെ ഗോൾഡ് അല്ലടാ, ഡയമണ്ട് ആണടാ, ഡയമണ്ട്. എന്താ ഒരു സ്നേഹ, എന്താ വേണ്ടേ? ലിവർ, കിഡ്നി, ലങ്സ്, ചമല ലൈസ്. ഹലോ മേൻ, നിങ്ങൾക്കപ്പൊ കാശ്മീരിൽ അവയവക്കടത്തായിരുന്നല്ലേ ഓർഗൻ മാഫിയ? 2 പ്ലേറ്റിൽ ലിവർ എടുക്കട്ടെ. ഇവിടെ എന്താ നടക്കുന്നേ? എന്തായാലും പോകല്ല. സോ ഫണി, ഐ ലൈക്ക് ഇറ്റ്. ഈ ഫാൻസ്. നമ്മൾ അവിടെ നിന്ന് കറങ്ങത്തേ ഉള്ളൂ. ഞാൻ കറങ്ങിക്കോളാം. അടുത്ത പണിയാകും. ബൈ ദ വേ, ഞാൻ പോകുന്നു. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അപ്പുറം കാണും. ദേവ് എന്നൊന്ന് നീട്ടി വിളിച്ചാൽ മതി. എസ്പെഷ്യലി യൂട്യൂബ് ഗേൾസ്. എന്റെ അടുത്ത ശാപമാട, എങ്ങനെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് എന്റെ തറവാട്ടിൽ തന്നെ വരുന്നു ഈശ്വര. താനാരാ? കോൻഹോത്തു. നീ ഏതാ? ഞാനാരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ തൽക്കാലം പട്ടിയും പൂച്ചയുമില്ല. ഇന്റർനെയിൽ ചോദിക്കായിരുന്നു.
താൻ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളല്ല എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അത് എനിക്ക് വേണ്ടി പിടിക്കണം കേട്ടോ. നീ എന്നെ പിടിച്ചു കെട്ടണ്ട. അത് നാട്ടുകാരെ പിടിച്ച് കെട്ടിക്കോളും. അപ്പൊ ഞാൻ വരട്ടെ? എങ്ങോട്ട്? അല്ല, പോട്ടെ. എതിരേലും പോടാ. ആ പോയ വേതാളിനി ഏതാണാവോ? അടുത്ത ശാപം. വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം, വേവുന്ന നെഞ്ചിനുള്ളിൽ താപം, ആവാത ചൂടം വിറയ്ക്കുന്ന ദേഹം, വല്ലാതെ വളരുന്ന മോഹം. തിരിച്ചെത്തുമോ വത്സ, നാം കൊതിച്ചിടുമാ സൽസ, പിണയ്ക്കുന്നൊരു വഴിക്കണ്ണുമായി കാഞ്ഞേ പോവോ നാം. അറിഞ്ഞിടുമോ കൃഷ്ണ നീ അടക്കിടുകി തൃഷ്ണ, കൊടുംവേനലിൽ ഇളം വാഴ പോൽ വാടി തൂങ്ങുന്നേ. പോട്ടെ വല്യണ്ണ, ഇതിലും വലുതെന്തോ വരാനിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. സോളു എന്തടാളു? ദേവ് ആള് കൊള്ളാലേ. എന്താ നിന്റെ ഒപ്പീനിയൻ? തരക്കേടില്ല. എവിടം കൊണ്ടൊക്കെ ഒരു ജങ്കൂക്കിന്റെ കട്ടൊക്കെ ഉണ്ട്. ആ ഹെയർ സ്റ്റൈൽ അല്ലേ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് ഒന്ന് നോക്കിയാലോ? ഞാൻ എപ്പോഴേ നോക്കി തുടങ്ങി. നീലപ്പല്ല്. വെയിറ്റ്. Let me explain. നീലപ്പല്ല് അഥവാ ബ്ലൂടൂത്ത്. ഈ സോളുണ്ടാകുള്ള ബ്ലൂടൂത്ത് എന്താണെന്ന് വെച്ചാ അതെല്ലാവർക്കും അറിയാടാ. കണക്ട് ആകുമ്പോ പാട്ട് വരുന്ന സാധനല്ലേ. ഇതങ്ങനെയല്ല ഗൈസ്, కొంచెం ഡിഫറെന്റ് ആണ്. ഈ സോള് മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാർലു, ഡാർലു മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോളും അങ്ങ് മാനത്ത് കാണും. That's it. Simple logic. Soulmate things. അയ്യോ, ആരൊരു പരിപാടിക്ക് പോകുമ്പോ വെച്ചേ. അപ്പൊ മ്യൂസിയത്തിലിരിക്കുന്ന പുരാവസ്തു അല്ലേ ഇത്? വർക്കയോ? നാട്ടുകാർ തേറി പറയാൻ വിളിക്കുന്നതായിരിക്കും. ആസ്റ്റു എടുക്കടാ. നീ പറയുന്നതിനൊക്കെ നിന്റെ അപ്പനെ എന്താ വിളിക്കാത്തെന്നറിയോ? അതെന്റെ കൂടെ അപ്പനായോട്ടോ. അംബാനി അത് ഓഫ് ചെയ്യും. ഓഫ് ആകുന്നില്ല അണ്ണാ. പുരാവസ്തു സ്റ്റക്കായെന്നാ തോന്നുന്നേ. ആണ്ടിലും കൊല്ലത്തിലെങ്കിലും അതൊക്കെ ഒന്ന് പ്രവർത്തിപ്പിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചെതലിരിക്കും. ഓഫ് ചെയ്യും അംബാനി. ഹോ, ചെയ്തു അണ്ണാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനി? ശ്രദ്ധിക്കുന്നുണ്ടണ്ണാ. ചേച്ചി പിന്നെ സീത അല്ലേലും ഒരാവശ്യത്തിന് അവളെ കാണൂല. എനിക്ക് വീണ്ടും ഉറങ്ങാനുള്ള സമയമായി തോന്നുന്നു. എന്റെ ചുമല ലൈസ് കണ്ടായിരുന്നോ ലൂഡോ? സോറി, എനിക്ക് പച്ചലൈസാ ഇഷ്ടം. ഹലോ, ഇതൊരു അനോണിമസ് ആണ്. സത്യം പറടാ, നീ ആ കോഴി വിഷ്ണു അല്ലേ? തമാശ പറയാൻ സമയമില്ല. നിങ്ങൾ ആ ഡോഡോയെ എന്താ ചെയ്തേ? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യമല്ലേ? അതെനിക്ക് ഉത്തരം അറിഞ്ഞൂടാണ്. അതല്ലേ ഫോണെ ഫ്രണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചത്. നിങ്ങൾ വെറും സ്വാർത്ഥരും അഹങ്കാരികളും ഒരു പിഞ്ചു കുഞ്ഞിനെ വീടിന് ചുറ്റും ഓടിച്ചവരാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നീ ചെയ്തത് തെറ്റു ദേവസേന. ബാഹു, നിങ്ങൾ പറയുമ്പോ പോയി ഡോറ് തുറക്കുന്നു. നിങ്ങൾ പറയുമ്പോ കത്ത് വായിക്കുന്നു. എന്തിന്? കൊരച്ചു വരെ തന്ന ഡോഡോയെ നിങ്ങൾ പടിയിറക്കി പായിച്ചില്ലേ? പടിയിറങ്ങി പോകുമ്പോഴും അവന്റെ കുരുട്ടിനെ കുറിച്ചോ അവന്റെ ബീബ്സിനെ പറ്റിയോ അവന്റെ ഹോപ്പിനെ പറ്റിയോ അല്ല അവൻ ചോദിച്ചത്. അവൻ പറഞ്ഞത് എന്താണെന്നറിയൂ? അറിയില്ല ചേട്ടാ, ഞാൻ ഉറങ്ങുമായിരുന്നു. എന്റെ ഐസ്ക്രീം നോക്കിക്കോണേ മാമ എന്ന് അവൻ പറഞ്ഞു. ആ ഐസ്ക്രീം പോലും നിങ്ങൾ തിന്നില്ലേ? നീചന്മാരും ആട്ടിൻതോലുടെ ചെന്നായ്ക്കളുമാണ് നിങ്ങൾ. ഷാജേട്ടാ, അല്ല സോറി വലിയേട്ടാ, നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി കഴിഞ്ഞിരിക്കുന്നു. അവന് 2 റൗണ്ട് ഓടിച്ചാൽ എന്താ? ഈ കഥയിലെ വില്ലൻ ഞാനാ. ഇത് പഠിച്ചറേ, ഒരു മാസ് ബീജി അങ്ങ് കാച്ചിക്ക്. ഇറ്റ്സ് ഷോ ടൈം. ശരിയായിട്ട്
വേണ്ടായിരുന്നു. കുറച്ചുകൂടെ പറയായിരുന്നു. അതിനാണ് എനിക്കും കിട്ടിയ ബീജം. ബിഗ് ബോസ് ആണത്രേ ബിഗ് ബോസ്. എനിക്കിവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവരാം. ക്ഷമ വേണം, സമയമെടുക്കും. എന്നാലും എന്റെ രാമനേട്ടൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. ആ ഇനി രാമനെങ്കി രാമൻ. രാവണൻ അല്ല, ദേവ്, ആഞ്ജനേയ ദേവ്. ആഞ്ജനേയ സ്വാമി താങ്കൾ. സ്വാമിയോ? ഒന്ന് പോവൻ കൊച്ചേ. ഷോ, സൗന്ദര്യം കൂടിയതിന്റെ ഓരോരോ ശാപങ്ങൾ. എന്നങ്ങോട്ട് മാറി നിക്കട ചേട്ടാ. കുറച്ച് ബഹുമാനമാവാം. അതൊക്കെ ഞാൻ എന്റെ രാമന് കൊടുത്തോളാം. ഇയാളങ്ങ് മാറി നിക്ക്. രാമു, ഞാൻ ദാ വന്നു. പണി വരുന്നുണ്ടോ റാച്ച? ചന്ദ്രികേ തേടുന്നതെന്തിനോ. അതാര അങ്ങനെ ഒരു ഹൊയ്വിട്ടെ. എന്റെ കരളിലെ പാട്ടിടൂ. സോളു, നമ്മള് മാത്രല്ല എല്ലാ കോഴികളും ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടനും ഇവിടെ കിടന്ന് പാടണമെന്നില്ല. ദേവിച്ചായന്റെ സിസ്റ്റർ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പേര് ആദി. ഷേ, വെറുതെ ആദ്യ പിടിച്ചു. ഇനി പോയി കുറച്ച് ആവി പിടിക്കാം. ഇത്രയും നാൾ ഒരു പേര് കേട്ടാ തീർന്നു. ഇപ്പൊ ഈ കാളരാഗം കൂടെ കേൾക്കണമായിരിക്കും. രാമേട്ടാ, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. രാമേട്ടാ, രാത്രിയിലേക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കട്ടെ. ഈശ്വര, അടുക്കള എങ്ങ് കത്തിപ്പോണേ. ഇവള് കത്തിക്കാനി. രാമു, രാത്രി ഇവിടെ എന്താ പതിവ്? രാത്രി ഇവിടെ മനുഷ്യന്മാരെ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പിന്നെ ഒരാള് കാവിലിരിക്കും. എന്നെ പറ്റി ആരോ ഓർക്കുന്നുണ്ട്. ദേവേട്ടനായിരിക്കും സോളു. എന്നൊന്ന് നീട്ടി കഴിക്കാം. അതല്ല, കഴിക്കാൻ എന്താ രാമു പതിവെന്ന്. ഞങ്ങളൊക്കെ കഞ്ഞിയാ. നിങ്ങളൊക്കെ കഞ്ഞിയാണെന്ന് എനിക്കറിയാം. കഴിക്കാൻ വല്ല ചോറോ ചപ്പാത്തിയോ? കുഴിമന്തി ആയാലോ? നീ ഇതുവരെ കുഴിമന്തി കഴിഞ്ഞില്ലേ? സീത, ഈ ചപ്പാത്തിയിൽ ഒരാൾക്ക് വിഷം കലക്കി കൊടുക്കാൻ പറ്റുമോ? വിഷം വേണ്ട, പന്നിപ്പടക്കം മതി. ചെയ്ത ഈ പന്നിപ്പടക്കം ഫുഡിൽ കലക്കാൻ പറ്റുമോ? കലക്കി തരട്ടെ. നോ താങ്ക്സ്, എനിക്ക് കഞ്ഞി മതി. രാവിലെ സമയം 10:30. ആംബുലൻസ് വിളി. തല ഇറങ്ങി വീണ് കിടക്കണം. എന്റെ കമ്മിറ്റി സെക്രോ വിപി